ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. പ്രണയിക്കാനും ഒരു ദിവസമോ അല്ലെങ്കിൽ പ്രണയം അറിയിക്കാനും ഒരു ദിവസമോ എന്ന് നമ്മൾ അതിശയിച്ചേക്കാം. പണ്ട് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ക്ലോഡിയസ് ചക്രവർത്തി തന്റെ സൈന്യത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ വിവാഹം നിഷേധിച്ചു. കാരണം മറ്റൊന്നുമല്ല, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ വീര്യവും ശൗര്യവും ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം സൈന്യത്തിലുള്ള എല്ലാവർക്കും വിവാഹം നിഷേധിച്ചു. അന്ന് അവിടുത്തെ ഒരു പുരോഹിതനായിരുന്ന വാലന്റൈൻ വളരെ രഹസ്യമായി പ്രണയിക്കുന്നവർക്കും അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ രഹസ്യമായി വിവാഹം നടത്തി കൊടുത്തു. ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ജയിലിലായിരിക്കുന്ന സമയത്ത് ജയിലറുടെ അന്ധയായ മകളുമായി വാലന്റൈൻ പ്രണയബദ്ധനായി. അദ്ദേഹത്തിന്റെ ദിവ്യവും പരിശുദ്ധമായ പ്രണയം കൊണ്ട് ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. പക്ഷേ ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. മരണ ദിവസം തന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് അദ്ദേഹം അയച്ചതാണ് ഫ്രം യുവർ വാലന്റൈൻ എന്നുള്ള ഒരു കുറിപ്പ്. അന്നു മുതലാണ് അത്രേ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു വരുന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് സ്നേഹമാണ്, കരുതലാണ്, വിശ്വാസമാണ്, പങ്കിടലാണ്. അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്, കാമുകന്മാർക്ക് മാത്രമാണ് വാലന്റൈൻസ് ഡേ ഉള്ളതെന്ന്. വലിപ്പ ചെറുപ്പമില്ലാതെ പ്രായഭേദമില്ലാതെ ലവലേശമെങ്കിലും പ്രണയം മനസ്സിലുണ്ടെങ്കിൽ ആ പ്രണയം സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വാലന്റൈൻസ് ഡേ സഹായിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ.